പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ടൊക്കെ നമ്മൾ തീരുമാനിച്ച സമയത്തുണ്ടല്ലോ, പള്ളിയുടെ എന്തോ പരിപാടി റോട്ടിൽ വന്നിട്ട് അതിൻ്റെ സൗണ്ടും നമ്മുടെ വീഡിയോയുടെ സൗണ്ടും കൂടെ ശരിയാകുമെന്ന് എനിക്കറിയില്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കാച്ചിലൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ കാച്ചിൽ ബാക്കി നമ്മൾ നടാനായിട്ടുള്ള തുടക്കമൊക്കെ നടത്തുവാണേ. ശരിക്കും ഇത് മകരമാസമാണ്. മകരത്തിൽ കാച്ചിൽ മരം കയറുന്നു എന്നാണ് പറയുന്നത്. എങ്കിലേ നന്നായിട്ട് കാച്ചിലുണ്ടായി കിട്ടുമെന്നുള്ളത് അതാണ് നമ്മുടെ പഴയ ആൾക്കാർ, പഴമക്കാർ പറയണത്. പഴമക്കാർ പറയണതൊക്കെ ശരിക്കും പറഞ്ഞാൽ സത്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമുക്കത് പലപ്പോഴും പാലിക്കപ്പെടാൻ പറ്റാറില്ല. അത് നമ്മൾ കൃഷിയിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും പഴമക്കാർ പറയണ കാര്യങ്ങളൊന്നും പ്രാവർത്തികമാക്കാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ തലമുറക്കാർക്ക് കഴിയാറില്ലെന്നുള്ളൊരു വാസ്തവമാണ് കേട്ടോ. അപ്പോൾ അതിനൊരു ഉദാഹരണം തന്നെയാണ് നമ്മളിപ്പോൾ ഈ കാച്ചിൽ നടാൻ പോണ പരിപാടി തന്നെ. മകരമൊക്കെ പകുതി ആകാറായി. അപ്പോൾ ഞാൻ ദേ കാച്ചിൽ നടാൻ വേണ്ടിയിട്ടൊരു 4 കുഴി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പറമ്പിൽ ചവറിന് നമുക്കൊരു ക്ഷാമവും ഇല്ല കേട്ടോ. ഇപ്പം നാളെ കാച്ചിൽ നടണമെന്നുണ്ടെങ്കിൽ ഇന്ന് അടിച്ച് വെടിപ്പാക്കി ഇട്ടിരിക്കുന്ന പറമ്പാണെങ്കിലും നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 5 കുഴി കാച്ചിലെങ്കിലും നടാനുള്ള ചവർ നമ്മുടെ മുറ്റത്ത് എപ്പോഴും സുലഭമായിട്ടുണ്ടാവും. ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്തുണ്ടല്ലോ, വീട്ടിൽ ഒരുപാട് സ്ഥലമൊന്നും നമ്മൾ താമസിക്കുന്നിടത്തില്ലായിരുന്നു. അപ്പം അവിടെ കാച്ചിൽ നടണമെങ്കിൽ അടുത്ത പറമ്പിൽ പോയിട്ട്, അതായത് അവരോട് ചോദിച്ച് ഞങ്ങൾ കുറച്ച് ചവർ അടിച്ചെടുത്തോട്ടെ എന്ന് ചോദിച്ച് അവരുടെ അനുവാദം മേടിച്ച് ചവർ കൊണ്ടുവന്നിട്ട് കത്തിച്ച് വേണമായിരുന്നു നമുക്ക് കാച്ചിലൊക്കെ നടാൻ. ഇപ്പം ഭാഗ്യത്തിന് എനിക്കിപ്പോൾ ഇവിടെ ചവർ സുലഭമായിട്ടുണ്ട്. കുറച്ച് ചവർ കൂടെ ഇട്ട് കൊടുക്കാം. ശരിക്കും എനിക്ക് എൻ്റെ സംഭാഷണമൊന്നും വീഡിയോയിൽ കിട്ടുമോയെന്നറിയില്ല. എന്തോ മതപ്രഭാഷണം എന്തോ സംഭവമാണ് അവിടെ. നമ്മൾ ചവറൊക്കെ കത്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പം അതിന് മുമ്പായിട്ട് ഈ വള്ളി ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാച്ചിൽ പ്ലാവിലേക്ക് കയറ്റിയ വള്ളിയാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള കയറും. പിന്നെ പഴയ കാച്ചിലിൻ്റെ വള്ളി അങ്ങോട്ട് ചുറ്റി പിണഞ്ഞു കിടക്കണം. അതും കൂടെ ആയപ്പോൾ ഇവനൊന്നും കൂടെ നല്ല സ്ട്രോങ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് തട്ടിപ്പോകാതിരിക്കണം. ഇനിയിപ്പോൾ ഇവിടുന്ന് കാച്ചിൽ മുളച്ച് വരുമ്പോൾ നോക്കി ഇതുമേ വേണം വീണ്ടും മേലോട്ട് കടത്തി വിടാനായിട്ട്. അപ്പോൾ ഏറ്റവും കെട്ടാനുള്ള പ്രശ്നമൊന്നും വരത്തില്ല. അതുകൊണ്ട് ഇത് തീയിൽ പെട്ട് കത്തിപ്പോകാതിരിക്കാൻ ഇവനെ ഒന്ന് മേലോട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുകയാണേ. ശരിക്കും കാച്ചിലൊക്കെ വളർന്നു കഴിഞ്ഞാൽ മെയിൻ പരിപാടി എന്താണെന്നറിയാമോ? ഈ ഏറ്റവും കെട്ടത്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർത്തു പോകും. ഏത് കാര്യം ചെയ്യാൻ പോയാലും ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുന്നത് ഒരു പതിവുള്ളതാണ്. അപ്പോഴേ ഇങ്ങനെ കാച്ചിലൊക്കെ നടുമ്പോൾ അമ്മയാണ് കൃഷിക്ക് കൂടുതലും മുൻകൈയൊക്കെ എടുത്തുകൊണ്ടിരുന്നത് വീട്ടിൽ. പക്ഷെ എല്ലാ കാര്യത്തിനും അച്ഛൻ മുന്നിട്ട് വേണം, എങ്കിലും അമ്മ പുറകെ അമ്മയുടെ ബലത്തിലാണ്. അമ്മ ഫോഴ്സ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യിക്കുന്നത്. അപ്പോൾ വീട്ടിൽ കാച്ചിലൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ മുറിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഇറമ്പിലൊക്കെ ഇരുന്ന്, അതായത് പഴയ അടുക്കള ഓലയുടെ അടുക്കളയൊക്കെ ആയിരുന്നു, അതിനകത്തിരുന്ന് കാച്ചിൽ മുളച്ച് മേളിലോട്ടൊക്കെ പടർന്ന് കയറാൻ തുടങ്ങും. അന്നേരമാണ് അച്ഛനോട് അമ്മ നിർബന്ധിച്ച് കൊണ്ടുപോയി നടിയിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അത് പിന്നീട് അവിടെ ചെന്ന് പുതിയ മുളയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് മേലോട്ട് കടത്താൻ വേണ്ടിയിട്ട്, ഏറ്റം കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അച്ഛൻ്റെ പുറകെ നടക്കും അമ്മേ. അത് ശരിക്കും കാച്ചിലിന് ഏറ്റം കെട്ടുക ഒരു പണിയുള്ള പരിപാടി തന്നെയായിരുന്നു. അപ്പം നമുക്കിപ്പോൾ പഴയ ഏറ്റം, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിങ്ങനെ കളയാണ്ട് വെച്ചേക്കുന്നത്. അതിൽ നിന്ന് കത്തിച്ച് നമുക്ക് ഈ കരിമരുന്ന് സ്ഥലത്തൊക്കെ ഒരു പടക്കത്തിൽ നിന്ന് അടുത്ത പടക്കത്തിലേക്ക്, കതിനാക്കുറ്റിയിൽ നിന്ന് അടുത്ത കതിനാക്കുറ്റിയിലേക്ക് തീ പിടിക്കുന്നത് പോലെ ഇതിൽ നിന്ന് എടുത്ത് അതിലേക്ക് കൊടുക്കാം നമുക്ക്. അടുത്ത ദിവസമേ നമ്മൾ കാച്ചിൽ നടത്തുള്ളൂ കേട്ടോ.
5 കുഴിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി വേറെ വശത്തൊക്കെ കുഴി എടുക്കുമ്പോഴത്തേക്ക് കുഴി എടുക്കുന്നത് ഉൾപ്പെടെ ഞാൻ വീഡിയോയിൽ കാണിക്കാവേ. ഇതൊക്കെ കുഴിയൊക്കെ എടുത്ത് ചവറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയൊക്കെ പിന്നീടുള്ള വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ കാച്ചിൻ്റെ കുഴിയിൽ ചവറൊക്കെ ഇട്ട് കത്തിച്ച് ഇട്ടൊരു 3-4 ദിവസം കഴിഞ്ഞു കേട്ടോ. വീണ്ടും ഇപ്പം അതിനകത്തേക്ക് വീണ്ടും കുറച്ച് ചവറ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കാച്ചിൽ നട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഒരു 4 കുഴി കാച്ചിലാണ് നടാനായിട്ട് പോകുന്നത്. നമ്മൾ 5 കുഴി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം നേരത്തെ തന്നെ നട്ടു, അതായത് രാവിലെ തന്നെ നട്ടു. അത് ചേട്ടനാണ് അവിടെ നട്ടത്. അപ്പോൾ ബാക്കി ഈ 4 കുഴിയിലാണിപ്പോൾ ഞാൻ കാച്ചിൽ നടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കാച്ചിൽ നടുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചവറിട്ട് ആദ്യം കത്തിക്കും. കത്തിച്ച കുഴിയിലോട്ട് വീണ്ടും 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ ചാരത്തിനകത്തേക്ക് നമ്മൾ കരികില ഇട്ട് കൊടുക്കും. ഇങ്ങനെ കരികില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പാടത്തെ ചേറെടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് കുളത്തിലെ ചേറെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചേറിട്ടിട്ട് അതിൻ്റെ പുറമേലേക്കാണ് കാച്ചിൽ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നടാനുള്ള കാച്ചിൽ ഞാൻ ഇവിടെ എടുത്തിട്ടിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ നടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടിരിക്കുന്ന കാച്ചിൽ കണ്ടോ? അതെ, കാച്ചിലിൻ്റെ പീസ്, അതായത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് മുറിച്ച കാച്ചിലിന് ഇതേപോലെ ഒരു മുഞ്ഞ് മുറിച്ച് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അതിലിതേ ചെനപ്പ് ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ? അതേപോലുള്ളത് തന്നെയാണ് ഇത്. പിന്നെ ഈ കാച്ചിലെന്ന് വെച്ചെന്നാൽ ഒരു വലിയ കാച്ചിലിൻ്റെ ഒരു ചെറിയ പാർട്ട് അതിൻ്റെ മുഞ്ഞ് ഭാഗത്ത് പിടിച്ചിരുന്നതാണ്. നമ്മൾ മുറിച്ചൊന്നുമില്ല, അതേവഴി അടർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ അത് ഇതേപോലെയുള്ള പീസുകളാക്കി മുറിച്ച് നമുക്ക് കാച്ചിൽ നടാം. അപ്പോൾ കാച്ചിൽ മുറിച്ചിട്ട് ചാണകവെള്ളത്തിൽ മുക്കി വെയിലത്ത് വെക്കാറുണ്ട്. പക്ഷെ ഞാനിതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ നേരെ അങ്ങോട്ട് നടാൻ പോവുകയാണേ. മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്, സൈഡിൽ മാത്രം കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ പാടത്തെ ചേറിടാനായിട്ട് പോവുകയാണ്. നേരത്തെ നമ്മൾ ചവറിട്ടതിൻ്റെ മേളിൽ മണ്ണിട്ടതിന് ശേഷം വയലിലെ ചേറിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കരികിലയുടെ മേളിലും മണ്ണിട്ട് അതിൻ്റെ പുറത്ത് ചേറിട്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ കാച്ചിലിൻ്റെ ബേസ് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് താഴ്ന്നു പോകണ്ട. വേണ്ട. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മണലും കൂടെ ഇട്ട് കൊടുക്കും. പിന്നെ അതിന് ശേഷം ചെറിയൊരു തടം പോലെ ഇങ്ങനെ വെക്കും. എല്ലാ ദിവസവും ഒരു അല്പം നനച്ച് കൊടുക്കും, ഏറെ നനക്കത്തില്ല. നന്നായിട്ട് മുളച്ച് പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ നനയ്ക്കുള്ളൂ. പിന്നെ മറ്റു കൃഷികളെ പോലെ എല്ലാ ദിവസവും നമുക്ക് കമ്പൽസറി കാച്ചിൽ നനച്ച് കൊടുക്കണമെന്നൊന്നുമില്ല. പിന്നെ നമുക്ക് വേറൊരു രീതിയിൽ കാച്ചിൽ നടാം കേട്ടോ. ഇവിടെ വാഴ വെട്ടുന്ന തടയുണ്ടല്ലോ, വാഴയുടെ തട മുറിച്ചിട്ട് അടിയിലേക്ക് കുഴിയെടുത്തിട്ട് ആ വലിയ വാഴത്തട അതിനകത്തേക്ക് ഇറക്കി കൊടുക്കും. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ ചേറൊക്കെ ഇട്ട് നമുക്ക് കാച്ചിൽ നടാൻ പറ്റും. നമുക്ക് വേറൊരു ദിവസം അതുപോലെ ഒരു വീഡിയോ കൂടെ ചെയ്യാം, അതെങ്ങനെയാണ് ചെയ്യണേന്ന്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അച്ഛനൊക്കെ അങ്ങനെയാണ് കാച്ചിലൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. കാച്ചിൽ വേഗത്തിൽ അങ്ങോട്ട്, കൂടുതലും തറഞ്ഞു കിടക്കണ മണ്ണിലാണ് വാഴത്തട ഉപയോഗിച്ചിട്ട് കൃഷി കൂടുതലും ചെയ്യാറുള്ള. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാതെ. ഇനിയിപ്പോൾ നമ്മുടെ കാച്ചിലിന് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നതേ ചേട്ടനാണ് ചെയ്യാൻ പോണത് കേട്ടോ. അതാകുമ്പോൾ ഇത്തിരി സ്പീഡിൽ കാര്യങ്ങൾ അങ്ങോട്ട് നടന്നോളും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തൂമ്പ വെച്ചിട്ടാണ് ഇടുന്നത്. നമ്മുടെ ആ മൺമട്ടിയൊക്കെ മാറ്റി തൂമ്പയാണപ്പോഴത്തേക്ക് നമ്മുടെ ഈ ചൊരി മണലിന് ശരിക്കും നല്ലത് തൂമ്പയാണ് നല്ലതേ. ഇനിയിപ്പോൾ നമ്മൾ കാച്ചിലിൻ്റെ അടുത്ത പീസൊക്കെ നടുന്നത് ചേട്ടനാണ് കേട്ടോ. കാരണം ഞാൻ ചെയ്യുന്നതിനേക്കാളും നല്ല മരിങ്ങോടുകൂടെ ചെയ്യുമല്ലോ. അതുകൊണ്ട് ചേട്ടൻ്റെ കയ്യിലിട്ട് തൂമ്പയൊക്കെ കൈമാറി ചേട്ടനാണ് നട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ചെറിയൊരു പീസ് ഉണ്ടായിരുന്നില്ല, അതങ്ങോട്ട് നട്ട്. അപ്പോൾ ചേട്ടൻ നടന്ന മെത്തേഡും കൂടെ ഒന്ന് കണ്ടോ കേട്ടോ. ഞാൻ ചെയ്യുന്നത് കണ്ടായിരുന്നല്ലോ, നോക്ക്. ഇതേപോലെ ഇങ്ങനെ മണ്ണിടും. അപ്പോൾ ശരിക്കും കുമ്പം പകുതിയായില്ലേ നമ്മൾ നട്ടപ്പോഴത്തേക്ക്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു 4-5 കുഴി എടുത്തതിനകത്ത് ഇപ്പോൾ 4-3-4 നട്ട് കേട്ടോ. ഇനി ഒരു കുഴി കൂടെ കിടക്കുന്നുണ്ട്.
ഇനി നമുക്ക് നടാനുള്ള കാച്ചിലിൻ്റെ പീസുകളും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ വാഴയുടെ തട ഇനി ഏതാണ് നമുക്ക് വെട്ടിയെടുക്കാനായിട്ടുള്ളത്? കുലച്ച വാഴയുടെ തട വിളവെടുത്തതിന് ശേഷമുള്ളത് നിൽക്കുന്നുണ്ട്. നമുക്ക് അത് വേണം ഇനി നടാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അപ്പം അതൊന്ന് കാണിച്ചു തരാം. ഈ കിടക്കുന്ന വാഴത്തട കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതാണ്. അപ്പം അതിന് മുറിച്ചെടുത്താൽ പറ്റത്തില്ല. പിന്നെ അത് അവിടെ കിടക്കുന്നുണ്ട് ഒരു വാഴത്തട. നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ കുഴിയാണ് നടുന്ന്. ഇത്രയും താന്നാ മതിയില്ലേ? ഇനി മണല് വേഗം ഉണ്ടല്ലോ നമ്മുടെ ചേറ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പുറത്തേക്ക് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം മണ്ണിട്ട് മൂടിയതിന് ശേഷം നമുക്ക് ഒരു തടമായിട്ട് എടുക്കാം. തടം ചുറ്റിനും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം പാഴായിട്ട് പോകുമല്ലോ. അതിന് തടം എടുക്കുന്നത് ചേട്ടനാണേ. കണ്ടോ, ഇതേപോലെ ഇട്ട് കൊടുക്കുന്നു. ഇനി ചെറിയ ചെറിയ കാച്ചിൽ തന്നെ നമുക്ക് ഒരു 8 ചുവടോളം ഇനി നടാനായിട്ട് കിടക്കുന്നുണ്ട്. ഇനി ചേമ്പ് നടാനായിട്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് ചേമ്പുണ്ട് നടാനായിട്ട്. അപ്പോൾ നമ്മൾ 5 ചുവട് കാച്ചിലാണ് ഇന്ന് നട്ടിട്ടുള്ളത്. കണ്ടതേ, ഇതാണ് ഒരു തടം. പിന്നെ അത് രണ്ടാമത്തെ തടം, മൂന്നാമത്തെ തടം, 4 നേരത്തെ നട്ടതൊരെണ്ണം അപ്പുറയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാച്ചിൽ നടൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 ചൂട് കാച്ചിൽ നട്ടു, 4 എണ്ണം ഇപ്പം നട്ടു, 1 ചൂട് നേരത്തെ നട്ടു. ഇനി നമുക്ക് ഇതിന് മുളച്ചൊക്കെ വന്നതിന് ശേഷം ഈ മരത്തിലേക്ക് തന്നെയാണ്, ഈ മരം എന്ന് വെച്ചാൽ അറിയാമല്ലോ, പ്ലാവിലേക്കാണ് പടർത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് പടർത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ടല്ലോ, ഈ താഴത്തെ ഒരു ചില്ല അങ്ങോട്ട് ഒരു കമ്പുണ്ടല്ലോ, ആ കമ്പ് ഞാൻ വെട്ടിക്കളയും. അതല്ലെങ്കിൽ നമ്മൾ പടർത്തുമ്പോൾ ഇവ മേൽപോട്ട് പടരാതെ താഴത്തെ കമ്പയിലൊക്കെ പടരും. താഴത്തെ കമ്പയിൽ പടർന്നു കഴിഞ്ഞാൽ കാച്ചിൽ നന്നായിട്ട് ഉണ്ടാകില്ല. മരത്തിൻ്റെ ഉയരത്തിൽ ചെന്ന് നന്നായിട്ട് എത്രത്തോളം ഉയരത്തിലേക്ക് കാച്ചിൽ പടരുന്നു അത്രത്തോളം നമുക്ക് മൂട്ടിൽ കാച്ചിലിന് വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഈ താഴത്തെ കൊമ്പ് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ കാച്ചിൽ മുഴുവൻ ഈ താഴത്തേക്ക് പടർന്ന് കയറുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് ഏറ്റം കെട്ടാൻ നേരത്ത് ഈ കാച്ചിലിൻ്റെ കമ്പും കൂടെ വെട്ടി മാറ്റിയിട്ട് മേളിലേക്ക് ഏറ്റം എറിഞ്ഞ് പിടിപ്പിച്ചിട്ട് വേണം നമുക്ക് കാച്ചിൽ പടർത്തി കൊടുക്കാം. പക്ഷെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കയറ് കിടക്കുന്നുണ്ട്, ആ കയറ് മേളിലോട്ടാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് തന്നെ നമുക്ക് പടർത്തി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാച്ചിൽ നടുന്ന നമ്മുടെ രീതി കേട്ടോ. നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ സാധാരണ രീതി പല രീതിയിൽ കാച്ചിൽ നടാം. വലിയ വലിയ കൃഷിക്കാരൊക്കെ ഇതേപോലെ ഒന്നും ആയിരിക്കില്ല നടുന്നത്. നമ്മുടെ ചെറിയ അറിവ് വെച്ചിട്ട് നമ്മൾ ചെയ്യണ രീതി ഇതേപോലെയാണ്. അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ.